എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ കേന്ദ്ര മന്ത്രിസഭ, കേരള മന്ത്രിസഭ രണ്ടും ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ISROയുടെ ചാന്ദ്രയാൻ ദൗത്യമായ ചാന്ദ്രയാൻ 3യെയും ആദിത്യ L1നെ കുറിച്ചാണ്. ആ ഭാഗം ഏകദേശം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്ത് നമുക്ക് പോവാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരുന്നു, ഈ ആദിത്യ L1ഉം അതുപോലെ ചാന്ദ്രയാൻ ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്കത് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോളുകൾ ഇടുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നത്. അപ്പോൾ ടെലിഗ്രാം ചാനൽ കയറിക്കൊണ്ട് പോളുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ മുകളിൽ കാണുന്നത് പോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, പോളുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ISROയുടെ പദ്ധതി ഏതാണ്? ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ചുകൊണ്ട് ഗവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ISROയുടെ പദ്ധതി ഏതാണ്? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇവയൊന്നുമല്ല. ഏതാണ്? ഉത്തര ഓപ്ഷൻ C ആണ്, ചന്ദ്രയാൻ 3 ആണ്. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് പാറയും മണ്ണും ശേഖരിച്ചുകൊണ്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് ഗവേഷണം നടത്താനുള്ള പദ്ധതിയാണെന്ത്? ചന്ദ്രയാൻ 3യിലൂടെ ISRO ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ISRO എന്താണ്? നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1960 എത്രയാണ് ISRO സ്ഥാപിതമായ വർഷം? 1900 പറയൂ, അതന്നെ ഒന്ന് പറയൂ. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? പറയൂ, ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? അതന്നെ പറയും 1969 കേട്ടോ. 1969 സ്വാതന്ത്ര്യ ദിനത്തിലാണ്, ഓഗസ്റ്റ് 15-നാണ് എന്ത് ISRO രൂപീകൃതമായത്. അപ്പോൾ ISROയുടെ പദ്ധതി നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ 3 ആണ് ഈ പദ്ധതി എന്ന് പറഞ്ഞു. ചന്ദ്രയാൻ 3യെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ചന്ദ്രയാൻ 3യെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 പദ്ധതി വിജയകരമായി വിക്ഷേപിച്ചു. പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ് 2023 ജൂലൈ 14-നാണ് കേട്ടോ. ജൂലൈ 14, 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ വിജയകരമായി കൊണ്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്നാണ് 2023 ഓഗസ്റ്റ് 23. ഇതിൻ്റെ ഓർമ്മക്കായിട്ടാണ് എന്ത്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനമായിരുന്നു. ഇതിൻ്റെ ഓർമ്മക്കായി നമ്മൾ ആചരിച്ച ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനമായിരുന്നു. അപ്പോൾ 2023 ഓഗസ്റ്റ് 23-നാണ് എന്ത്? ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ വിക്ഷേപിച്ചതും ഇറങ്ങിയതും, വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-ന്, ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-ന്. പിറ്റേ മാസം തന്നെ ചന്ദ്രനിൽ ഇറങ്ങി. അങ്ങനെയാണ് ചെയ്യുന്നത്. ജൂലൈ 14-ന് വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 23-ന് ചന്ദ്രനിൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിപ്പോൾ കറണ്ട് അഫയേഴ്സിലല്ല, നിലവിൽ കറണ്ട് അഫയേഴ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ കൂടി ഇത് കഴിഞ്ഞാൽ ഇതൊരു ഫാക്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫാക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കുക. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ദൗത്യ ദൈർഘ്യം 1 വർഷം 1 മാസവും 1 ദിവസവുമാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ദൗത്യ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 1 വർഷം 1 മാസം 1 ദിവസമാണ്. 1 വർഷവും 1 മാസവും 1 ദിവസവുമാണ് ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ദൗത്യ ദൈർഘ്യം എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ലാൻഡർ ഏതാണ്? വിക്രമാണ്. ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രമാണ്. റോവറിൻ്റെ പേരോ? പ്രഗ്യാനാണ്. അപ്പോൾ പ്രഗ്യാൻ റോവറും
വിക്രം ലാൻഡറും. പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രഗ്യാൻ റോവറും വിക്രം ലാൻഡറും രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തി. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡ് നടത്തിയത്. ആ സോഫ്റ്റ് ലാൻഡ് നടത്തിയ പ്രദേശമാണെന്ത് ശിവശക്തി പോയിൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ പദ്ധതിയുടെ ദൈർഘ്യം 1 വർഷവും 1 മാസവും 1 ദിവസവുമാണ്. അതുപോലെ ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം, അതിൻ്റെ റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? LVM-3 Mark 5, LVM-2 Mark 4, LVM-3 Mark 4, LVM-4 Mark 3 ഏതാണ്? ഇതിലേതാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. LVM-3 Mark 4 ആണ് കേട്ടോ. LVM-3 Mark 4 ആണെന്ത് ചന്ദ്രയാൻ വിക്ഷേപിച്ച റോക്കറ്റ്. അപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? LVM-3 Mark 4 ആണ്. LVM-3 Mark 4 നോട്ട് ചെയ്യുക. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? LVM-3. അതിൽ 3 ഉണ്ടല്ലോ, അത് ചന്ദ്രയാൻ 3 ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ LVM-3 Mark 4. അടുത്തത് നോക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. CHA-STE, ILSA, LP, APXS. ഇതിൽ ചന്ദ്രയാൻ 3യുടെ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, APXS ആണ്. APXS എന്താണ്? ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡാണ്, ലാൻഡർ പേലോഡല്ല. അപ്പോൾ ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയാണ്? CHA അതായത് CHA-STE, അതുപോലെ ILSA, LP എന്നിവയാണെന്ത് ചന്ദ്രയാൻ 3യുടെ ലാൻഡർ പേലോഡുകൾ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡാണെന്ത് APXS. ഏതാണ്? APXS എന്താണ്? ചന്ദ്രയാൻ 3യുടെ ലോവർ പേലോഡാണ്. അപ്പോൾ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, APXS ആണ്. അപ്പോൾ ബാക്കിയുള്ള 3 എന്താണ്? ലാൻഡർ പേലോഡാണ്. ലാൻഡർ പേലോഡ് ഏതാണ്? CHA-STയും ILSAയും LPയും. ഇവ 3 എന്താണ്? ലാൻഡർ പേലോഡുകളാണ്. ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. APXS, LIBS, CHA-STE, LMPM. ഇതിലേതാണ്? നമ്മളിപ്പോൾ നേരത്തെ ചോദ്യം നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം ഏതാണ്. ഓപ്ഷൻ സി ആണ്, CHA-STE. അത് CHA-STE ആണ് എന്ത് ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. CHA-STE എന്താണ്? അത് ലാൻഡർ പേലോഡാണ്. അപ്പോൾ റോവർ പേലോഡുകൾക്ക് ഉദാഹരണം APXS, LIBS, CHA-STE, അതുപോലെ LMPM, LIBS, APXS എന്നിവയാണെന്ത് ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകൾ ഏതൊക്കെയാണ്? APXSഉം LIBSഉം LMഉം PMഉം ആണെന്ത് ചന്ദ്രയാൻ 3യുടെ റോവർ പേലോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ റോവർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, CHA-STE ആണെന്ത് റോവർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. അടുത്ത് നോക്കാം, താഴെ മഴ തന്നിരിക്കുന്നത് സോറി കേട്ടോ, താഴെ തന്നിരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. മഴ എന്നൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, സോറി കേട്ടോ, ക്ഷമിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, ചന്ദ്രനിലെ ജീവസാന്നിധ്യം കണ്ടെത്താൻ, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കാൻ, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താൻ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചന്ദ്രനിലെ ജീവസാന്നിധ്യം കണ്ടെത്തുക. ചന്ദ്രനിലെ ജീവസാന്നിധ്യം കണ്ടെത്തുക എന്നത് ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളല്ല. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുക. അതെന്താണ്? നമ്മൾ വളരെ വിജയകരമായി ചെയ്തതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അതുപോലെ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുക. അതുപോലെ സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഈ 3 കാര്യങ്ങളാണ് ചന്ദ്രയാൻ 3യുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന്, ദൗത്യ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത മാൻസിനസ് 6ഉം
സിംബലിയസ് എൻ ഗർത്തങ്ങൾക്കും ഇടയിലുള്ള പോയിൻ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മാൻസിനസ് സിക്കിനും സിംബലിയസ് എൻ ഗർത്തങ്ങൾക്കും ഇടയിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻ്റ് അറിയപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത പോയിൻ്റ് അറിയപ്പെടുന്നത് എന്താണ്? ഭാരത് പോയിൻ്റ്, ശിവശക്തി പോയിൻ്റ്, വിക്രം സാരാഭായ് പോയിൻ്റ് ഇവയൊന്നുമല്ല. ഏതാണ്? നമുക്കറിയാം, ശിവശക്തി പോയിൻ്റാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ്, ശിവശക്തി പോയിൻ്റാണ്. അപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ പോയിൻ്റ് അറിയപ്പെടുന്നത് അതാണ് എന്ത്? ശിവശക്തി പോയിൻ്റ്. ഈ ശിവശക്തി പോയിൻ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ മാൻസിനസ് സിക്കിൻ്റെയും അതേപോലെ സിംബലിയസ് എൻ ഗർത്തങ്ങളുടെയും ഇടയിലാണ്. അപ്പോൾ സിംബലിയസ് എൻ ഗർത്തങ്ങളുടെയും മാൻസിനസ് സിക്കിൻ്റെയും ഇടയിലാണെന്ത്? ശിവശക്തി പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള ഈ ഒരു പോയിൻറ്റിനാണെന്ത്? ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ പോയിൻ്റാണെന്ത്? ശിവശക്തി പോയിൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാർ ശരിയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടറാണ് ആരാണ്? എസ് മോഹനകുമാറാണ്. അസോസിയേറ്റ് മിഷൻ ഡയറക്ടർ ആരാണ്? ജി നാരായണനാണ്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാർ, അസോസിയേറ്റ് മിഷൻ ഡയറക്ടർ ജി നാരായണനാണ്. പ്രൊജക്ട് ഡയറക്ടർ എസ് സോമനാഥ്, അത് തെറ്റാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ്. ആരാണ്? പി വീരമുത്തുവേലാണെന്ത്? ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. അപ്പോൾ എസ് സോമനാഥ് ആരാണ്? എസ് സോമനാഥ് ISROയുടെ ചെയർമാനാണ്. എസ് സോമനാഥ് ആരാണ്? ISROയുടെ ചെയർമാനാണ് എസ് സോമനാഥ്. ISROയുടെ ചെയർമാനാണ് എസ് സോമനാഥ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ്. അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കാളഹസ്തിയാണ്. ആരാണ്? കൽപ്പന കാളഹസ്തിയാണ് ചന്ദ്രയാൻ 3യുടെ അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? കൽപ്പന കാളഹസ്തിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് മൂന്നാമത്തതാണ്, പ്രൊജക്ട് ഡയറക്ടർ എസ് സോമനാഥ് എന്നുള്ളത് തെറ്റാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? എസ് സോമനാഥ് അല്ല, പി വീരമുത്തുവേലാണ്. എസ് സോമനാഥ് ISROയുടെ ചെയർമാനാണ്. അപ്പോൾ ചന്ദ്രയാൻ 3നെ കുറിച്ച് നോക്കാം. മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാർ, അസോസിയേറ്റ് മിഷൻ ഡയറക്ടർ ജി നാരായണൻ, പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കാളഹസ്തി. കൽപ്പന കാളഹസ്തിയാണ് അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ. ഇതെല്ലാം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇതിൽ 2 ഡയറക്ടറും ഇതൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഇതിൽ മിഷൻ ഡയറക്ടറെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പ്രൊജക്ട് ഡയറക്ടറെയും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർമാരെ കുറിച്ചും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതാണ്. അതേപോലെ ISRO ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്, എസ് സോമനാഥ് എന്നുള്ളത്. അപ്പോൾ എന്താണ്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കാം. ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ ആരാണ്? എസ് മോഹനകുമാർ, ബിജു സി തോമസ്, ജി നാരായണൻ, ബിജു കെ തോമസ്. ആരാണ് ഉത്തരം? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബിജു സി തോമസ് ആണ്. ഇനിഷ്യൽ ശ്രദ്ധിക്കുക, ബിജു സി തോമസ് ആണ് എന്ത്? ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ ആരാണ്? ബിജു സി തോമസ് ആണ്. ആരാണ്? ബിജു സി തോമസ് ആണ്. എസ് മോഹനകുമാർ ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ജി നാരായണൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. എസ് മോഹനകുമാർ ആരാണ്? ഇതിൻ്റെ മിഷൻ ഡയറക്ടറാണ് ആര്? എസ് മോഹനകുമാർ. അതുപോലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആര്? ജി നാരായണൻ നമ്മൾ പറഞ്ഞു. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പ്രൊജക്ട് ഡയറക്ടർ നമ്മളെ പി ആരാണ്? പി വീര മുത്തുവേലാണ് ആര്? പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ ഓപ്ഷൻ ബി ആണ്, ബിജു സി തോമസ് ആണ്. ആരാണ്? ബിജു സി തോമസ് ആണ്. എസ് മോഹനകുമാർ മിഷൻ ഡയറക്ടറാണ്. ജി നാരായണൻ അസോസിയേറ്റ് മിഷൻ ഡയറക്ടറാണ്. ഓപ്ഷൻ ഡി എന്താണ്? അത് വെറുതെ ജസ്റ്റ് ഒരു പേര് തന്നതാണ്, ബിജു കെ തോമസ് എന്നുള്ളത്. അതിൽ ഇനിഷ്യൽ തെറ്റാണ്. അപ്പോൾ ബിജു സി തോമസ്. ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ ഡയറക്ടർ ഓപ്ഷൻ ബി ആണ്, ബിജു സി തോമസ്. ബിജു സി തോമസ്. ആ ഇനിഷ്യൽ മാറിയത് കണക്ട് ചെയ്ത് വെക്കുക. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ISROയുടെ ഒരു കൊണോഗ്രഫി ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ, മംഗൾയാൻ, ഗഗൻയാൻ, ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ISROയുടെ
ഒരു കൊണോഗ്രാഫി ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആദിത്യ-L1 ആണ്. ഏതാണ്? ആദിത്യ-L1 ആണ്. ചന്ദ്രയാൻ നമുക്കറിയാം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. മംഗൾയാൻ നമുക്കറിയാം ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ഗഗൻയാൻ എന്താണ്? ബഹിരാകാശത്തേക്ക് ആളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ദൗത്യമാണെന്ത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. സൗര അന്തരീക്ഷം അല്ലെങ്കിൽ സൂര്യനെക്കുറിച്ച് നമുക്ക് ആകെ ഒരു ദൗത്യമുള്ളൂ, അതാണ് ആദിത്യ-L1. ഇതിലെ എന്ന് പറഞ്ഞാൽ L1 എന്ന് പറഞ്ഞാൽ ലാഗ്രാഞ്ച് പോയിൻ്റാണ്. ലാഗ്രാഞ്ച് പോയിൻ്റാണ് L1 എന്ന് പറയുന്നത്. ഇപ്പോൾ സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ISROയുടെ ഒരു കൊണോഗ്രഫി ബഹിരാകാശ പേടകം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആദിത്യ-L1 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആദിത്യ-L1 ആണ്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പോയിന്റ് അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലാഗ്രാഞ്ച് പോയിൻ്റ് ആണ്. ലാഗ്രാഞ്ച് പോയിൻ്റ് എന്നാണെന്ത്? ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പോയിൻ്റ് അറിയപ്പെടുന്നത് ഇതാണ് L1. ആദിത്യ-L1 L1 എന്ന് സൂചിപ്പിക്കുന്നത് ലാഗ്രാഞ്ച് പോയിൻറ്റിനാണ്. അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പോയിൻ്റ് അറിയപ്പെടുന്നത് ഏതാണ്? ലാഗ്രാഞ്ച് പോയിൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ലാഗ്രാഞ്ച് പോയിൻ്റ് ആണ് എന്ത്? ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ലാഗ്രാഞ്ച് പോയിൻ്റ്. ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? PSLV സീരീസ് ആണ്, അത് ഓക്കെ. അപ്പോൾ ഏതാണ് പേടകം? PSLV XL D57 ആണോ, C57 ആണോ, B57 ആണോ, അതോ A57 ആണോ? ഏതാണ്? ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, PSLV XL സീരീസിലെ C57 ആണ്. PSLV XL സീരീസിലെ C57 റോക്കറ്റിലാണെന്ത്? ആദിത്യ-L1 വിക്ഷേപിച്ചത്. അപ്പോൾ ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? PSLV XL C57 ആണ്. PSLV XL ബാർ C57 ആണെന്ത്? ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം. ഓപ്ഷൻ ബി ആണ് ആൻസർ, PSLV XL ബാർ C57. C57 ആണെന്ത്? ആദിത്യ-L1 വിക്ഷേപിച്ച ബഹിരാകാശ പേടകം. ആദിത്യ-L1 സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ആദിത്യ-L1 സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നിഗർ ഷാജിയാണ് പദ്ധതിയുടെ ഡയറക്ടർ. അതെന്താണ്? ശരിയാണ്. ആദിത്യ-L1 പദ്ധതിയുടെ ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. ആരാണ്? നിഗർ ഷാജി. ആദിത്യ-L1 പദ്ധതിയുടെ ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. ശരിയാണ്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. ശരിയാണ്. 2024 ജനുവരി 6 L1 പോയിൻ്റ്, അതായത് ലാഗ്രാഞ്ച് പോയിന്റിൽ ചേർത്തു. അതും ശരിയാണ്. അപ്പോൾ ആദിത്യ-L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ആദിത്യ-L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചന്ദ്രയാൻ 3 നടത്തിയതെങ്കിൽ ആദിത്യ-L1 ലാഗ്രാഞ്ച് പോയിന്റിലെത്തിയത് 2024 ജനുവരി 6 2024 പുതുവർഷം ജനുവരി 6 ലാഗ്രാഞ്ച് പോയിന്റിൽ ആദിത്യ-L1 എത്തിയത്. അപ്പോൾ എന്താണ്? ആ 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി അവസാനത്തെ പ്രസ്താവന നോക്കാം. ആദിത്യ-L1 ദൗത്യത്തിൻ്റെ പ്രധാന ശാസ്ത്രജ്ഞനാണ് K സുബ്രഹ്മണ്യൻ. അതെന്താണ്? തെറ്റാണ്. ആദിത്യ-L1 ദൗത്യത്തിൻ്റെ പ്രധാന ശാസ്ത്രജ്ഞൻ ശങ്കര സുബ്രഹ്മണ്യനാണ്. ശങ്കര സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ശങ്കര സുബ്രഹ്മണ്യൻ ആണെന്ത്? ആദിത്യ-L1 ദൗത്യത്തിൻ്റെ പ്രധാന ശാസ്ത്രജ്ഞൻ. ആദിത്യ-L1 ദൗത്യത്തിൻ്റെ പ്രധാന ശാസ്ത്രജ്ഞൻ ആരാണ്? ശങ്കര സുബ്രഹ്മണ്യൻ ആണ്. ശങ്കര സുബ്രഹ്മണ്യൻ ആണ്. ഇപ്പോൾ നിഗർ ഷാജി ഡയറക്ടർ, പ്രധാന ശാസ്ത്രജ്ഞൻ ശങ്കര സുബ്രഹ്മണ്യൻ ആണ്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 അത് ലാഗ്രാഞ്ച് പോയിൻ്റ് L1 പോയിന്റിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6 അപ്പോൾ അത്രയും കാര്യങ്ങൾ ആദിത്യ-L1 ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്തത് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. ആദിത്യ-L1 പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആദിത്യ-L1 പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം നോക്കാം. സൂര്യൻ്റെ ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും ചലനാത്മകത നിരീക്ഷിക്കാൻ. സൂര്യൻ്റെ ക്രോമോസ്ഫിയറിൻ്റെയും കൊറോണയുടെയും ചലനാത്മകത നിരീക്ഷിക്കാൻ. അതെന്താണ്? ശരിയാണ്. സൂര്യൻ്റെ സ്ഥാനത്തിന് ചുറ്റുമുള്ള ഭൗതിക കണിക പരിസ്ഥിതി നിരീക്ഷിക്കാൻ. ശരിയാണ്. സോളാർ സ്ഫോടനത്തിലേക്ക് നയിക്കുന്ന കൊറോണയ്ക്ക് താഴെയുള്ള ഒന്നിലധികം പാളികളിലെ പ്രക്രിയകളുടെ ക്രമനിർണയം. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ഈ ആദിത്യ-L1 പ്രധാന ലക്ഷ്യങ്ങളിൽ എന്താണ്? ഇവയെല്ലാം പെടും. ആദിത്യ-L1 പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. സൂര്യൻ്റെ ക്രോമോസ്ഫിയറിൻ്റെയും
കൊറോണയുടെയും ചലനാത്മകത നിരീക്ഷിക്കാൻ, അതുപോലെ സൂര്യൻ്റെ സ്ഥാനത്തിന് ചുറ്റുമുള്ള ഭൗതിക കണിക പരിസ്ഥിതി നിരീക്ഷിക്കാൻ, അതുപോലെ സോളാർ സ്ഫോടനത്തിലേക്ക് നയിക്കുന്ന കൊറോണയ്ക്ക് താഴെയുള്ള ഒന്നിലധികം പാളികളിലെ പ്രക്രിയകളുടെ ക്രമനിർണയം. ഈ 3 ലക്ഷ്യങ്ങളോട് കൂടിയാണ് ആദിത്യ L1 നമ്മൾ നിക്ഷേപിച്ചത്. അപ്പോൾ എന്താണ്, 3 പെടും, ഇവയെല്ലാം പെടും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 14 ചോദ്യമാണ് ആദിത്യ L1 ചന്ദ്രയാനും 3യുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ചർച്ച ചെയ്തത്. പ്രധാനപ്പെട്ട ഭാഗമാണ്, റിപ്പീറ്റഡ് കറണ്ട് അഫയേഴ്സ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ആദിത്യ L1 ചന്ദ്രയാനും. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത്യാവശ്യം പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.